നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കിടക്കേണ്ടതുണ്ട്. നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് തിളക്കമാർന്ന വിജയം നേടാനായെങ്കിലും മുതിർന്ന നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങളിൽ നേതൃത്വത്തോടുള്ള അതൃപ്തി വ്യക്തമാണ്. രണ്ട് കാരണങ്ങൾ നമുക്ക് കൃത്യമായി ചൂണ്ടിക്കാട്ടാം. കാരണം എറണാകുളം ജില്ല UDF-ന് വലിയ വിജയമുണ്ടാക്കിയ ജില്ലയാണ്. പക്ഷേ എറണാകുളം ജില്ലയിലെ രണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ വിവാദമുണ്ടായി. ഒന്ന് തൃക്കാക്കര നഗരസഭാ അധ്യക്ഷ സ്ഥാനമാണ്. തൃക്കാക്കര നഗരസഭാ അധ്യക്ഷ സ്ഥാനം തീരുമാനിച്ചതിനെ ചൊല്ലിയാണ് വലിയ വിവാദമുണ്ടാകുന്നത്. വിവാദത്തിൽ തർക്കവിഷയത്തിൽ നിൽക്കുന്ന മറ്റാരുമല്ല, തൃക്കാക്കര MLA ഉമാ തോമസും പാർട്ടിയുടെ ജില്ലാ നേതൃത്വവും തമ്മിലാണ് ഈ വിഷയത്തിൽ തർക്കം രൂക്ഷമായത്. തൃക്കാക്കരയിലും KPCCയുടെ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടുകൊണ്ടാണ് അവിടെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നതാണ് ഉമാ തോമസ് MLAയുടെ പരാതി. കൗൺസിലർമാരുടെ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ 2 പേർക്കായി അധ്യക്ഷ സ്ഥാനം വീതം വയ്ക്കണമെന്നതാണ് ഉമാ തോമസിൻ്റെ ആവശ്യം. എന്നാൽ ഉമയുടെ ആവശ്യം DCC നേതൃത്വം പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. ഇതോടെയാണ് ഉമ KPCCക്ക് പരാതി നൽകിയത്. കൊച്ചി കോർപ്പറേഷനിലും ഒരു നീതിയും തൃക്കാക്കരയിൽ മറ്റൊരു നീതിയും പറ്റില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഉമാ തോമസ് നിൽക്കുന്നത്. നേരത്തെ കൊച്ചി കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുത്തതിലും KPCC മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്നത് അന്ന് മേയർ സാധ്യതയിൽ ഏറ്റവും അധികം കൽപ്പിക്കപ്പെട്ടിരുന്ന KPCC ജനറൽ സെക്രട്ടറി ദീപ്തി വേരി വർഗീസും തുറന്നടിച്ചിരുന്നു. എന്താണ് ഈ KPCCയുടെ മാനദണ്ഡം? നേതാക്കളുടെ വിമർശനങ്ങൾക്ക് പിന്നിൽ എന്താണെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കേണ്ടി വരും. എന്തായാലും ഈ വിവാദം കോൺഗ്രസിൽ ആളിക്കത്തുകയാണ്. അല്പസമയം മുമ്പ് DCC പ്രസിഡന്റ് പ്രതികരണങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എല്ലാവരുടെയും പരാതി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാവില്ല. മുഹമ്മദ് ഷിയാസാണ് ഇത് പറയുന്നത്. എല്ലാവരുടെയും പരാതി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാവില്ല. പരാതിക്കാർക്കൊക്കെ സ്വാഗതം, അവരൊക്കെ അഭിപ്രായം പറയട്ടെ. എന്തായാലും പൊതു തീരുമാനം അനുസരിച്ചുകൊണ്ടാണ് താൻ മാത്രമല്ല ഈ തീരുമാനം എടുത്തത് എന്നതാണ് പരാതി. പക്ഷേ തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് വലിയ വെല്ലുവിളിയുണ്ട്. ഒപ്പം കൊച്ചി മേയർ തെരഞ്ഞെടുപ്പും കോൺഗ്രസിലെ കല്ലുകടിയായി മാറുകയാണ്. വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലും കൊച്ചിയിലെ പ്രധാന പ്രതിസന്ധി ഇതാണ്. എന്തിനാണ് കോൺഗ്രസിന് ഈ അനാവശ്യ വിവാദങ്ങൾക്ക് പിന്നാലെ പോകുന്നത് എന്ന ചോദ്യം കൂടി പലപ്പോഴും ഉണ്ടാവുന്നു. കാരണം വലിയ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കിടയിലും അതിൻ്റെ ശോഭ കെടുത്തുന്നതായി മാറുന്നു ഈ വിവാദങ്ങൾ എന്നതാണ് സാഹചര്യം. പക്ഷേ തൃക്കാക്കരയിൽ തർക്കം രൂക്ഷമാണ്. എന്താണ് ഈ രാഷ്ട്രീയം, അതിൻ്റെ സാഹചര്യം പരിശോധിക്കാൻ വിശദമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, സ്വാഗതം. ഈ കൊച്ചിയിലെ പ്രത്യേകിച്ച് തൃക്കാക്കരയിലെ വിഷയത്തിൽ തൃക്കാക്കര MLA കൂടിയായ ഉമാ തോമസും അവിടുത്തെ DCC നേതൃത്വവും തമ്മിലാണ് ഏറ്റുമുട്ടൽ. ഉമ വാദിക്കുന്നത് KPCCയുടെ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ മാനദണ്ഡങ്ങൾ? ഉമാ തോമസിന്റെ വാദം എന്താണ് ആജ്ഞ? സജിത്ത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കൊച്ചി മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ വരുമ്പോൾ എല്ലാവരെയും പരിഗണിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയായിരുന്നു KPCC മുന്നോട്ട് വെച്ചത്. അതാണ് ജില്ലയിൽ നടപ്പിലാക്കിയത് എന്നായിരുന്നു DCC പ്രസിഡന്റ് പറഞ്ഞത്. അങ്ങനെയാണ് 2 ടൈമായിട്ട് ബിനിമോൾക്കും അതുപോലെ ഷൈനി മാത്യുവിനും അതുപോലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ദീപക് ജോയ്ക്കും അതുപോലെ KVP കൃഷ്ണകുമാറിനുമായിട്ട് പകുത്തു നൽകുന്ന സാഹചര്യമുണ്ട്. സാമുദായിക സമവാക്യങ്ങളൊക്കെ പാലിക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ മാനദണ്ഡങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോഴും സജിത്ത് പറയുന്നത് പോലെ ദീപ്തി മേരി വർഗീസ് എന്ന് പറയുന്ന, അതല്ലെങ്കിൽ KPCC ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു വന്നാൽ ഈ മേയർ ആക്കാമെന്നുള്ള വാഗ്ദാനം KPCC നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് അത്തരത്തിലൊരു സജഷൻ വെച്ചിട്ടുണ്ട്. തുടങ്ങിയതൊക്കെ വെളിപ്പെടുമ്പോഴും KPCC മാനദണ്ഡം പാലിക്കാതെയാണ് ഈ മേയർ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തെന്നുള്ള പരാതി നിലനിൽക്കുക തന്നെയാണോ ഇപ്പോൾ തൃക്കാക്കര നഗരസഭയുമായി ബന്ധപ്പെട്ടും ഈ ഒരു വലിയ വിവാദം മുന്നോട്ട് വയ്ക്കുന്നത്? പ്രത്യേകിച്ചും 2 ടൈമായിട്ട്, അതായത് ഭൂരിപക്ഷം കൂടുതലുള്ള ആളുകൾ കുറേ ഉള്ളപ്പോൾ, അനവധിയുള്ളപ്പോൾ അതിൽ നിന്നും അർഹരായിട്ടുള്ള 2 ടൈമായിട്ട് ആളുകൾക്ക് അവസരങ്ങൾ നൽകണമെന്നുള്ള ഒരു സാഹചര്യം മാത്രമാണ് ഉമാ തോമസ് മുന്നോട്ട് വെച്ചത്. അങ്ങനെയാണ് ഷാജി വാഴക്കാലയുടെ പേരും ഉമാ തോമസ് മുന്നോട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അത് പാലിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ഈ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് KPCC നിർദ്ദേശിക്കുന്നത് ഇങ്ങനെയാണെന്ന് DCC നേതൃത്വം പറയുകയും അത് ഇവിടെ നടപ്പിലാക്കാതെയും ഇരിക്കുന്ന ഒരു സാഹചര്യം കൂടി. അതായത് ഒരേ ജില്ലയിൽ തന്നെ ഒരേ DCC നേതൃത്വം തന്നെ 2 നീതി നടപ്പാക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും MLA മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇവരുടെ MLA വൃത്തങ്ങളുമായി സംസാരിച്ചിരുന്ന സാഹചര്യത്തിൽ അവർ പറയുന്നത് ഇങ്ങനെ ഉമാ തോമസ് KPCC നേതൃത്വത്തിന് പരാതി നൽകിയിട്ടില്ല എന്നാണ്. ഇന്നും നമ്മൾ നിരവധി തവണ ഉമാ തോമസിന്റെ
പ്രതികരണവുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ അവർ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറല്ല. അതേസമയം നമ്മളോട് ന്യൂസ് 18നോട് കഴിഞ്ഞ ദിവസം ഇന്നലെ ഷാജി വാഴക്കാല ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു പ്രതികരണം നടത്തിയിരുന്നതാണ്. അദ്ദേഹം പറയുന്ന സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ തന്നെ ഈ പറയുന്നത് KPCC മുന്നോട്ട് വെച്ചിട്ടുള്ള മേയർ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട്, കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ, അല്ലെങ്കിൽ DCC പറയുന്ന മാനദണ്ഡങ്ങൾ, അതിൽ ദീപ്തി മേരി വർഗീസിനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ന്യായം KPCCക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. ആ മാനദണ്ഡം ഇവിടെ കണ്ടില്ല. അതല്ലെങ്കിൽ ജില്ലയിൽ മറ്റു പലയിടത്തും ഇത്തരത്തിൽ ഈ രണ്ട് ടീമായിട്ടും ഒക്കെ വിഭജിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ തൃക്കാക്കരയിൽ നടപ്പിലാക്കില്ല എന്നുള്ളൊരു ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, തൃക്കാക്കരയിലും കൊച്ചി കോർപ്പറേഷനിലും സമാന KPCC മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഒരിടത്ത് ഉന്നയിക്കുന്നത് ഒരു KPCC ജനറൽ സെക്രട്ടറിയും മേയർ സാധ്യതയുണ്ടായിരുന്ന ദീപ്തി മേരി വർഗീസെങ്കിൽ മറുവശത്ത് ഉമാ തോമസ് MLA ആണ്. ഈ ആരോപണത്തിന് പിന്നിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ നിയമിക്കപ്പെടാത്ത, അവരെ നിയോഗിച്ചില്ല എന്ന ആക്ഷേപത്തിനപ്പുറം ഇതിനുള്ളിൽ രാഷ്ട്രീയം ഉണ്ടാകുമല്ലോ. പ്രത്യേകിച്ചും കോൺഗ്രസിനകത്ത് VD സതീശൻ അപ്രമാദിത്വമുള്ള ഒരു ജില്ലയാണല്ലോ കൊച്ചി. ആ കൊച്ചിയിൽ സതീശൻ ഏകപക്ഷീയമായ തീരുമാനമെടുക്കുന്നു എന്ന വാദം ഉന്നയിക്കുന്ന മറുവിഭാഗമാകുമല്ലോ ഈ നീക്കത്തിന് പിന്നിൽ. അങ്ങനെയെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയം എന്തായിരിക്കും? ഈ VD സതീശനെതിരെ എറണാകുളം ജില്ലയിൽ ഒരു ചെറിയ നീക്കം നടക്കുന്നു എന്ന സൂചന കൂടി ഉണ്ടോ ഈ മറുവിഭാഗത്തിൻ്റെ നീക്കങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത്? പ്രത്യേകിച്ചും ഈ VD സതീശനുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം, അല്ലെങ്കിൽ അവർക്കെതിരെ ഈ പറയുന്നത് DCC പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സാഹചര്യം, അങ്ങനെ അത്തരത്തിലേക്ക് സംശയം തോന്നുന്ന സാഹചര്യം ഉണ്ടായത് ദീപ്തി മേരി വർഗീസിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കാരണം വലിയ ഭൂരിപക്ഷത്തിൽ അവർ കൗൺസിലർ സ്ഥാനാർത്ഥിയാകുന്നേ ഇല്ല എന്ന് പറഞ്ഞിരുന്ന ഒരാളെ KPCC ജനറൽ സെക്രട്ടറിയാണ്, ഭാരവാഹിത്വം, അതായത് സംസ്ഥാന ഭാരവാഹിത്വമുള്ള ഒരു മുതിർന്ന നേതാവാണ്. 16 വയസ്സ് മുതൽ അവർ ഈ സംഘടനയിൽ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരാൾക്ക് പ്രയോറിറ്റി നൽകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഈ പറയുന്ന മുന്നോട്ട് വെച്ചിരിക്കുന്ന സകലമാന വാക്കുകളും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും ഒക്കെ ഇല്ലാതാകുന്ന ഒരു, അതങ്ങ് മെൽറ്റായി പോകുന്ന, അങ്ങ് ഉരുക്കി ഒലിച്ചു പോകുന്ന തരത്തിലേക്ക് സതീശൻ നിർദ്ദേശിച്ചിരുന്ന ഒരു കാര്യം, അതായത് ഭൂരിപക്ഷത്തോടെ ജയിച്ചു വന്നാൽ ദീപ്തി മേരി വർഗീസ് ആയിരിക്കും മേയർ സ്ഥാനാർത്ഥി എന്ന് പ്രതിപക്ഷ നേതാവിന് നിർദ്ദേശത്തോടെ അതവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് റിയാക്ട് ചെയ്തപ്പോൾ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു സജഷന്റെ പേരിലാണ് അവർ മത്സരരംഗത്തേക്ക് വരുന്നത്. അതില്ലാണ്ടാവുന്ന ഒരു സാഹചര്യം മാത്രമല്ല, അങ്ങേയറ്റം, അതായത് ദീപ്തി മേരി വർഗീസ് മേയർ സ്ഥാനാർത്ഥിയാകാത്തതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ, അത് സാമുദായിക സമവാക്യങ്ങൾ, ചില സഭകളുടെ ബിഷപ്പുമാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള നീക്കം ഉണ്ടായിരുന്നത് എന്നുള്ള വിമർശനങ്ങൾ നാലുപാടു നിന്നും ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനത്തെ ആരോപണങ്ങൾ നാലുപാടു നിന്നും ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ വഴങ്ങിക്കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, സഭാ നേതൃത്വത്തിന് വഴങ്ങിക്കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമുദായിക നേതാവിന് വഴങ്ങിക്കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊച്ചി മേയർ സ്ഥാനാർത്ഥിത്വം മാറി, കൊച്ചിയിലെ DCC അത്തരത്തിൽ മാറി എന്നുള്ള വലിയ ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്നതും. ഉമാ തോമസിനെ പോലെ മുതിർന്ന ഒരു നേതാവിന്റെ സജഷൻ പോലും, അല്ലെങ്കിൽ നിർദ്ദേശം ഇങ്ങനെയാണ്. അത് KPCC മാനദണ്ഡം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. 2 ടൈം, അതായത് ഭൂരിപക്ഷമുള്ള ആളുകളെ 2 ടൈമായി ഭരണ ചുമതല ഏൽപ്പിക്കുക എന്നൊരു മാനദണ്ഡം കൊച്ചി മേയർ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി നടപ്പിലാക്കാത്തത് എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ട്. ഈ പറയുന്ന ഷാജി വാഴക്കാലയും തൊട്ട് പിന്നാലെയുള്ള ആളും ഒക്കെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു വന്നിരുന്ന ആളാണ്. ഷാജി വാഴക്കാല ആ കൗൺസിൽ, ആ ഒരു വാർഡിൽ തന്നെ, ഡിവിഷനിൽ തന്നെ 8 സ്ഥാനാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അദ്ദേഹം വിജയിച്ചു വന്നത്. ഇങ്ങനെ ഈ UDF നേടിയിട്ടുള്ള തിളക്കമാർന്ന വിജയം, അങ്ങനെ തന്നെ വേണം പറയാൻ, തിളക്കമാർന്ന വിജയം കൈവരിച്ചിട്ട് പോലും അതിൻ്റെതായ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ DCCക്ക് കഴിയുന്നില്ല എന്നുള്ള ആരോപണമാണ് പല ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇതിനെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശങ്ക നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു പക്ഷേ ഇത് ബാധിക്കില്ലേ? കാരണം ഇത്തരം ഒരു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്ര വലിയ കോലാഹലങ്ങൾ, സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സാമുദായിക സമവാക്യങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനെയും ഇപ്പോഴും അനുനയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് വരുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കോൺഗ്രസ് സജ്ജമാക്കുക എന്നുള്ളൊരു വലിയ ചോദ്യം തന്നെ ഇപ്പോൾ തന്നെ മുന്നിലോട്ട് വെക്കുന്നുണ്ട് മുതിർന്ന നേതാക്കൾ. അത് മാത്രമല്ല, നേരത്തെ നമ്മൾ അറിയാം, സണ്ണി ജോസഫ് പ്രതികരിച്ചെന്ന്
വരുന്ന സാഹചര്യത്തിൽ മേരി വർഗീസിനെ പരിഗണിക്കും, അവർക്ക് വേണ്ട പരിഗണന നൽകുമെന്നുള്ള ഒരു നിലപാടിലെത്തിയ ശേഷമാണ് ആ വിവാദങ്ങൾ, ആ തർക്കങ്ങൾ അവസാനിച്ചത്. എന്നിരുന്നാലും സത്യപ്രതിജ്ഞാ ചടങ്ങ് അവർ ബഹിഷ്കരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ ഇത് വിവാദത്തിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉമാ തോമസ് MLA ഇത്തരത്തിൽ KPCC മാനദണ്ഡം അനുസരിച്ചിട്ട് തന്നെയാണ് അവർ ഈ കാര്യം പറഞ്ഞത്. പ്രത്യേകിച്ചും ഒന്നിലധികം മേയർ സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ അത് KPCC വേണം അതിൽ അന്തിമ തീരുമാനമെടുക്കാനെന്നാണ്, DCC അല്ല അന്തിമ തീരുമാനമെടുക്കാനെന്ന് തന്നെയാണ് KPCCയുടെ സർക്കുലർ പറയുന്നത്. പക്ഷേ അതനുസരിക്കാതെ ഏകപക്ഷീയമായി DCC തന്നെ മേയർ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കൂ. മുതിർന്ന നേതാക്കൾ പറയുന്നത് കേൾക്കുന്നില്ല, അല്ലെ ജില്ലയിലെ മുതിർന്ന KPCC മുതിർന്ന നേതാക്കൾ പറയുന്നത് കേൾക്കുന്നില്ല, KPCC അനുസരിക്കുന്നില്ല, KPCCയുടെ മാനദണ്ഡം അനുസരിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് മുതിർന്ന നേതാക്കളും ഉമാ തോമസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഉമാ തോമസ് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. KPCCക്ക് അവരങ്ങനെ ഒരു കത്ത് നൽകിയിട്ടില്ല എന്നാണ് അവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ KPCCക്ക് അവരങ്ങനെ ഒരു പരാതി നൽകിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം നമ്മളോട് പ്രതികരിച്ച ഷാജി വാഴക്കാല വ്യക്തമാക്കുന്നുണ്ട്. ഷാജി വാഴക്കാലയ്ക്ക് ഉള്ള സ്ഥാനാർത്ഥിത്വത്തിന് അദ്ദേഹം അർഹനാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പരാതിയുമായി ഉമാ തോമസ് KPCC നേതൃത്വത്തിന് മുന്നിൽ എത്തിയത് എന്നുള്ള കാര്യവും അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഈ പറയുന്നത് പോലെയുള്ള വലിയൊരു പരാമർശങ്ങൾ, വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിരിക്കുകയാണ് എറണാകുളം DCC എന്ന് വേണം പറയാൻ. ഏകപക്ഷീയമായി ഇത്തരത്തിൽ തീരുമാനിക്കുന്നു. ദീപ്തി മേരി വർഗീസിന്റെ കാര്യത്തിലായാലും ഇത്തരത്തിൽ സഭാ നേതൃത്വം ഇടപെടുന്നു. അത്തരത്തിലുള്ള അതല്ലെങ്കിൽ നമ്മൾ അത്തരം ചർച്ചകൾ തന്നെ പേരെടുത്തൊരു സഭയും പറയുന്നില്ല. പക്ഷെ അത്തരത്തിൽ വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിലായാലും അല്ലാതെ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടം നേടിയ സ്ഥലങ്ങളിലായാലും ഒക്കെ അത്തരം വലിയ ചർച്ചകൾ, വിവാദങ്ങൾ, അത്തരം വിമർശനങ്ങളൊക്കെ ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമവാക്യം ഈക്വലൈസ് ചെയ്തു പോകാൻ DCCക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത്തരം വിവാദങ്ങളും അതുപോലെ നേതൃസ്ഥാനത്തുള്ളവർ തമ്മിലുള്ള ഈ പടലപ്പിണക്കവും ഒക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇവിടെ മേയർ സ്ഥാനാർത്ഥികളെയും മുനിസിപ്പാലിറ്റിയിലെ സ്ഥാനാർത്ഥികളെയും ഒക്കെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നുണ്ട്. സജിൻ, ശരി, അതാണ് സാഹചര്യം. എന്തായാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിലെ തർക്കം കോൺഗ്രസിൽ പുതിയ വിവാദമാവുകയാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ കൊച്ചിയിൽ വലിയ വിജയം, എറണാകുളം ജില്ലയിൽ വലിയ വിജയം നൽകിയിട്ട് ആ വിജയത്തിൻ്റെ ശോഭ കെടുത്തുന്ന തർക്കങ്ങളിലേക്ക് അനാവശ്യമായി കടക്കുന്നു. ഇതാരുടെ താല്പര്യം? കോൺഗ്രസിന് വിജയം കിട്ടിയാൽ ഇതാണ് കുഴപ്പം, അവർ തമ്മിലടിക്കും എന്നതാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ എടുക്കുന്നത്. ഒരുപക്ഷെ ചില ഇടതുപക്ഷ കേന്ദ്രങ്ങളിലും ഈ ഒരു പ്രചരണം നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. തർക്കം രൂക്ഷമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയ പഞ്ചായത്തിലെ അംഗങ്ങൾ കൂട്ടത്തോടെ BJPയിൽ പോയി. ഇതുമെല്ലാം കൂട്ടി വായിക്കപ്പെട്ടുകൊണ്ടാണ് പ്രചരണം. എന്തായാലും നേതൃത്വ തലത്തിലുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാക്കുമെന്ന് കരുതാം. പക്ഷേ നേതൃതലത്തിലെ ചില പ്രധാന നേതാക്കൾ തമ്മിലുള്ള തർക്കമാണ് ഈ തരത്തിൽ പ്രാദേശിക വികാരമായി പുറത്തു വരുന്നത് എന്നതുകൂടി കൂട്ടി വായിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണം, VD സതീശനോടുള്ള ചില എതിർപ്പുകളാണ് ഈ തരത്തിൽ പുറത്തു വരുന്നത്. ചിലരിലൂടെ അത് പുറത്തു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നതാണ് സാഹചര്യം. എന്തായാലും അല്പസമയം മുമ്പ് മുഹമ്മദ് ഷിയാസും ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. തൻ്റെ തീരുമാനം മാത്രമല്ല, ഇത് കൂട്ടായി എടുത്ത തീരുമാനമാണ് എന്ന കാര്യവും മുഹമ്മദ് ഷിയാസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തനിക്കെതിരെ, ഷിയാസിനെതിരെ മാത്രം വരുന്ന ആക്ഷേപങ്ങളെ പ്രതിരോധിക്കുകയാണ് മുഹമ്മദ് ഷിയാസ്.